മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ഫിസിക്സ് നമ്മൾ അവസാനത്തെ ചാപ്റ്റർ വേവ്സിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു മോഡലാണ്. മക്കൾ നിങ്ങൾ ഒരിക്കലും ഈ പ്രോബ്ലം ഒഴിവാക്കരുത്. ഓക്കെ, ഇത് 5 പ്രാവശ്യം താഴെ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 പ്രാവശ്യം പബ്ലിക് എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം മോഡൽ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, അതും പ്രീവിയസ് വന്നതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ പഠിച്ചെടുക്കുക. അതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ഉദ്ദേശം. ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാം? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് y(x) = 3 sin 36t + 0.018x + π/4 ആണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇത്ര 4 ക്വസ്റ്റ്യനാണ് നമുക്ക് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതാണ് മാക്സിമം ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? y(x)ൻ്റെ ജനറൽ ഇക്വേഷൻ y(x)t = a സൈൻ, അതിൻ്റെ ഉള്ളിലത്തെ ആൾ നോക്കുക, അതിൻ്റെ ഉള്ളിൽ ആരാ വരുന്നത്? അതിൻ്റെ ഉള്ളിൽ ആദ്യം ടൈമിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, a sin ω(t) + kx + π/4 എന്ന് കൊടുക്കാം. ഓക്കെ ആണോ? ഇത് നമ്മൾ ജനറൽ ഇക്വേഷൻ. ഇനി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഈസ് ഇറ്റ് ട്രാവലിംഗ് വേവ് ആണെന്നാണ് ചോദിക്കുന്നത്. ട്രാവലിംഗ് വേവ് ആണോ? യെസ്, ട്രാവലിംഗ് വേവ് ആണ് അല്ലേ. ടൈമും എക്സും ഒരുമിച്ച് ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഉള്ളിലുണ്ടെങ്കിൽ അത് ട്രാവലിംഗ് വേവ് ആണ്. ട്രാവലിംഗ് ആണോ സ്റ്റേഷനറി ചോദിച്ചാൽ അത് ട്രാവലിംഗ് വേവ് ആണ് കേട്ടോ. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട് ചോദിക്കുന്ന ആംപ്ലിറ്റ്യൂഡ് എത്ര, അതുപോലെ തന്നെ ഫ്രീക്വൻസി എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് എന്താ? ട്രിഗണോമെട്രി ഫംഗ്ഷന് മുമ്പിലുള്ള ആൾ ആംപ്ലിറ്റ്യൂഡാണ്. ഈ ക്വസ്റ്റ്യനിൽ ആരാണത്? 3 ആണ്. അതുകൊണ്ട് ഈ വേവിനെ സംബന്ധിച്ചിടത്തോളം ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 3 ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവിടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറയുന്നുണ്ട് മക്കളെ, അതാണ് ട്രാപ്പുകൾ ഉണ്ടാകും. അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് 3 സെൻറ്റിമീറ്റർ ആണ്, മീറ്റർ അല്ല. ക്ലിയർ ആണോ? അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെയാണെങ്കിലോ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ട്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ω ആരാണ്? 2πν ആണല്ലോ. ω = 2πν ആണെങ്കിൽ വാട്ട് വിൽ ബി ന്യൂ ആരാണ്? ω / 2π ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ω(t)ന് മുമ്പിലുള്ളതാണ് ω. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ ω ആരായിരിക്കും? 36 അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാടാ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാണ് വരിക? അങ്ങനെയാണെങ്കിൽ = 36 / ആര് വരും? 2π വരും. നമ്മൾ 2π പൈൻ്റെ വാല്യൂ 3.14 ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയതാണ്, എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട് 5.73 ഹെഡ്സ്. ഈ ഒരു റേഞ്ചിലാട്ടോ എനിക്ക് കിട്ടുന്നത്. ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ ഒന്ന്. ദെൻ സി പാർട്ട് ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ? അവിടെ ഇനീഷ്യൽ ഫേസ് എന്താ? അതായത് π/4 അല്ലേ. നമ്മൾ 5 a sin kx അല്ലെങ്കിൽ ω(t) + kx + 5. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 5 ആണ് ചോദിച്ചത്. 5 എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ, π/4 അത്രയും റേഡിയൻ തന്നെ. ഓക്കെ ആണോ? ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? ഇഫ് ഇറ്റ് ഈസ് എ ട്രാവലിംഗ് വേവ്, ഇതൊരു ട്രാവലിംഗ് വേവ് ആണെങ്കിൽ അതിൻ്റെ സ്പീഡും ഡയറക്ഷനും, ഈ വേവിൻ്റെ സ്പീഡും ഡയറക്ഷൻ നമുക്കറിയാം. ഇവിടെ പ്ലസ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ആണ് ഡയറക്ഷൻ എന്ന് മനസ്സിലായി. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുക കേട്ടോ. എക്സ് ആണോ വൈ ആണോ സെഡ് ആണോ? എക്സ് കണ്ടാൽ മനസ്സിലാക്കണം എക്സിലാണ് ഡയറക്ഷൻ. പക്ഷേ അതിൻ്റെ കൂടെ പ്ലസ് ആണെങ്കിൽ എങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ? നെഗറ്റീവ് എക്സിലാണ് വേവിൻ്റെ ട്രാവലിങ്. ഇനി നെഗറ്റീവ് എക്സ് ആയിരുന്നുവെങ്കിലോ പോസിറ്റീവിലാണ്. ഈ ഇക്വേഷനിൽ നെഗറ്റീവ് ആയിരുന്നുവെങ്കിൽ പോസിറ്റീവ് ആകും ഡയറക്ഷൻ എന്നാണ് പറഞ്ഞത്. ഇക്വേഷനിൽ പോസിറ്റീവ് ആയതുകൊണ്ട് വേവിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും മക്കളെ? നെഗറ്റീവ് എക്സ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ കിട്ടി നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ ഒരു സ്പീഡ് ഓഫ് വേവിൻ്റെ ഇക്വേഷൻ മക്കളെ നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ ന്യൂ പോണ്ട. v = ആരാണ് മക്കളെ? ω/k. ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും. വാട്ട് ഈസ് ω? ആരാണിടാ ω? ω എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്തു. 36 / k എത്രയാ? kx. എക്സിൻ്റെ കൂടെയുള്ള ആളാണ് k. അപ്പോൾ എത്ര വരും? 0.018 വരും അല്ലേ. ക്ലിയർ ആണോ? അത്രയും സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അതായത് ഇവിടെ 0.018 അത്രയും എന്താണ് വരിക? റേഡിയൻ പെർ സെൻറ്റിമീറ്റർ എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഇത് ചെയ്യുന്ന സമയത്ത് 36/18 ആയിരുന്നുവെങ്കിൽ അത് 2 ആണ്. പക്ഷേ 0.018 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2000 സെൻറ്റിമീറ്റർ/സെക്കൻഡ്. ഇനി മീറ്റർ/സെക്കൻഡ് ആക്കണമെങ്കിൽ 10⁻² ചെയ്യുമ്പോൾ 20 മീറ്റർ/സെക്കൻഡ്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ ഇതാണ് കേട്ടോ വേവ്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു മോഡൽ. നമ്മൾക്ക് ഇങ്ങനെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസും റെയർ ക്വസ്റ്റ്യൻസ് വേറെ എടുത്ത് പറയാം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വേണ്ടവർ അത് നോക്കിയാൽ മതി. ഇനി ഫുൾ പഠിച്ചൊരു കുട്ടിയാണ് മക്കളെ, റെയർ പഠിക്കണം, +1 ആണ്. അതുകൊണ്ട് എവിടുന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് തരാം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. നെക്സ്റ്റ് സെഷനിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.